വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ ഉത്തരവാദിത്തങ്ങളും ഭീഷണികളും നിറഞ്ഞതായിരുന്നു. 1981 മെയ്യിൽ 13-ാം തീയതി ജോൺ പോൾ രണ്ടാമൻ പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശ്വാസികളെ അഭിവാദനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലി അക്ക എന്ന തുർക്കിക്കാരൻ മാർപ്പാപ്പയ്ക്ക് നേരെ വെടിയുണ്ട ഉതിർക്കുകയാണ്. ശരീരത്തിൻ്റെ മർമ്മഭാഗത്ത് തന്നെ തറച്ച ഉണ്ട ഡോക്ടർ ഓപ്പറേഷനിലൂടെ പുറത്തെടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത്, അങ്ങിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് എന്നാണ്. വെടിയുണ്ട ഉതിർക്കുന്ന ദൃശ്യം ഫോട്ടോഗ്രാഫർ ക്യാമറയിൽ പകർത്തിയതിനു ശേഷം എടുത്തു നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പരിശുദ്ധ അമ്മ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ദൃശ്യമാണ് ആ ഫോട്ടോയിൽ പതിച്ചത്. ഈ സംഭവത്തെക്കുറിച്ച് പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: തുർക്കിഷ് ആക്രമി വെടിയുണ്ട ഉതിർത്ത്, പക്ഷേ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥവും കരുണയും അതിൻ്റെ ദിശ മാറ്റി താൻ ജീവനോടെ ഇരിക്കാൻ കാരണമായി. ജോൺ പോൾ രണ്ടാമൻ പാപ്പ തൻ്റെ ജീവിതത്തിൽ എല്ലാ അവസരങ്ങളിലും ജപമാലയുടെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്നുവെന്നും ദ റോസറി ഈസ് മൈ ഫേവറേറ്റ് പ്രെയർ, ജപമാല തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണെന്നും ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നുണ്ട്. ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ അദ്ദേഹം ദൈവത്തിൻ്റെ കരുതലും ദൈവിക ശക്തിയും അനുഭവിച്ചു. ഈ സംഭവം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത് ജപമാല നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശക്തിയും സംരക്ഷണവും നൽകുന്ന ഒരു ഉപകരണമാണെന്നാണ്. നമുക്കും ഓരോരുത്തർക്കും സംരക്ഷണവും ആശ്വാസവും നൽകുന്ന ജപമാലയുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.